േക്കും പ്രിയമുള്ളവരെ, കഴിഞ്ഞ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തി. ഞാനിപ്പോൾ കോട്ടയത്താണുള്ളത്. അവയവദാനവുമായി ബന്ധപ്പെട്ട് കുറേ ആളുകൾ ഞാൻ പറഞ്ഞ അഭിപ്രായത്തെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ചൂഷണങ്ങളെ ബാധിക്കും എന്ന് ഭയന്നിട്ടായിരിക്കാം, എനിക്കറിയില്ല. എന്തായാലും കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിലൊരു കാര്യം ജസ്റ്റ് ഞാൻ നിങ്ങളോടൊന്ന് ചോദ്യം ചെയ്യുകയാണ്, അല്ലെങ്കിൽ സൂചിപ്പിക്കുകയാണ്. 2 അലോപ്പതിക്കാർ ബ്രെയിൻ ഡെത്ത് കൺഫേം ചെയ്താൽ അതാണ് വലിയ സംഭവം എന്ന് പറഞ്ഞു. വിദഗ്ധരായ 2 പേർ, 2 മനുഷ്യന്മാരല്ലേ, എന്ത് പിഴവുകൾ സംഭവിക്കാം. ഈ വിദഗ്ധരുടെ ഫിസിക്കൽ മെൻ്റൽ സ്റ്റേറ്റ് ആരാ പരിശോധിക്കുന്നത്? ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് പരിശോധിക്കുന്നത്? ഇനി ഇലക്ട്രോണിക് മെഷീൻ പറയുന്നതനുസരിച്ചാണോ മരണം സ്ഥിരീകരിക്കുക? ഇങ്ങനെയൊക്കെ. അല്ലെങ്കിൽ അലോപ്പതിയിൽ നിന്നും മരിച്ചു എന്ന് പറഞ്ഞ് ആംബുലൻസിൽ വിട്ട പലരും അല്ലേ എഴുന്നേറ്റ് വന്നത്? ചിതയിൽ നിന്ന് ആളുകൾ എഴുന്നേറ്റ് വന്നില്ലേ? അപ്പോൾ ഈ ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞിട്ട് അതിനെ കുറേ ChatGPT മെസ്സേജുകളൊക്കെയാണ് പലരും എനിക്ക് കമൻറ്റ് ചെയ്ത് തന്നത്. ഞാൻ വേറൊരു കാര്യം കൂടി ഈ മെസ്സേജിൽ സൂചിപ്പിക്കുകയാണ്, ഈ വീഡിയോയിൽ സൂചിപ്പിക്കുകയാണ്. അത് വേറൊന്നുമല്ല, നിങ്ങളുടെയൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് നോക്കിയിട്ട് ഓർഗൻ ഡോണർ എന്നുള്ളത് പലരുടെയും അനുവാദം ഇല്ലാതെ തന്നെ യെസ് എന്ന് കണ്ടതായിട്ടാണ് പലരും എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് വലിയൊരു അപകടം പോലെയാണ് തോന്നുന്നത്. പുതിയ പുതിയ പദ്ധതികൾ വരുമ്പോൾ ആക്സിഡൻറ്റിലോ മറ്റോ ഒക്കെ പെടുന്ന ആളുകളെ ധാരാളം ഇനി ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞിട്ട് അവയവങ്ങൾ എടുക്കുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ ഓർഗൻ ഡോണർ എന്നുള്ളത് നിങ്ങളുടെ അനുവാദമില്ലാതെയാണ് യെസ് വെച്ചിരിക്കുന്നതെങ്കിൽ അത് തിരുത്താനുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ അറിവില്ലാതെ, നിങ്ങളുടെ അനുവാദമില്ലാതെയാണ് അത് യെസ് വെച്ചിട്ടുള്ളത് എങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊരു മതപരമായ വിഷയമൊന്നുമല്ല കേട്ടോ. എല്ലാവരും തൊപ്പിയും താടിയും കണ്ടിട്ട് ഞാൻ എല്ലാ മതസ്ഥരോടും എല്ലാ സഹോദരങ്ങളോടും പറയുകയാണ്, ഇത് ജീവൻ്റെ കാര്യമാണ്, ആരോഗ്യത്തിൻ്റെ വിഷയമാണ്, ചൂഷണത്തിൻ്റെ വിഷയമാണ്. അതുകൊണ്ട് അവരവർ ജാഗ്രത പാലിക്കുക. അതെൻ്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയതനുസരിച്ച് പ്രവർത്തിച്ചോളൂ.